ക്രിസ്തുവിലേറ്റം സ്നേഹം നിറഞ്ഞവരെ, 1862 വിക്ടർ യൂഹോ പ്രസിദ്ധീകരിച്ച മഹത്തായ ഒരു സാഹിത്യകൃതിയാണ് ലേ മിസറബിൾസ്. കഥാനായകൻ ഒരു മുൻ തടവുകാരനാണ്, ജീൻ വാൽജൻ. അദ്ദേഹം ഒരു മോഷണക്കുറ്റത്തിനാണ് തടവിലാകുക. ഒരു തടവുകാരനായതിനാൽ എല്ലാവരും അദ്ദേഹത്തെ തള്ളിപ്പറഞ്ഞു. ബന്ധുക്കളും സുഹൃത്തുക്കളും ആരും തന്നെ ഇല്ലാതായി. പലയിടങ്ങളിലും ഒരാശ്രയം തേടി അദ്ദേഹം അലഞ്ഞു നടന്നു. അവസാനം ഒരു ബിഷപ്പ് അദ്ദേഹത്തെ തൻ്റെ വീട്ടിൽ സ്വീകരിച്ചു. നല്ല വസ്ത്രങ്ങൾ നൽകി, നല്ല ഭക്ഷണം നൽകി, അദ്ദേഹത്തെ ഒരു സുഹൃത്തായി, ഒരു സഹോദരനെ പോലെ കണ്ട് ശുശ്രൂഷിച്ചു. പക്ഷേ അന്ന് രാത്രി ജീൻ വാൽജൻ ബിഷപ്പിൻ്റെ ഭവനത്തിൽ നിന്നും ഒരു വെള്ളിപ്പാത്രം മോഷ്ടിച്ച് ഓടിക്കളഞ്ഞു. അധികം വൈകിയില്ല, പോലീസുകാർ അദ്ദേഹത്തെ പിടികൂടി ബിഷപ്പിൻ്റെ മുമ്പിൽ കുറ്റവാളിയായി കൊണ്ടുവന്നു. ബിഷപ്പ് പോലീസുകാരോട് പറഞ്ഞു, ഇവനെ വിട്ടയക്കുക. ഈ പാത്രങ്ങൾ ഞാൻ ഇയാൾക്ക് സമ്മാനമായി നൽകിയതാണ്. ജീൻ വാൽജൻ്റെ മുഖത്ത് നോക്കി ബിഷപ്പ് പറഞ്ഞു, പോകുമ്പോൾ ഈ വെള്ളി മെഴുകുതിരിക്കാലുകൾ കൂടി എടുക്കാൻ നീ മറന്നല്ലോ സുഹൃത്തെ. അർഹിക്കാതെ കരുണ ലഭിച്ച ജീൻ വാൽജൻ്റെ ജീവിതം അവിടെ നിന്നും മാറി മറിഞ്ഞു. പിന്നീട് അങ്ങോട്ട് ഒരു വിശുദ്ധ ജീവിതമാണ് ജീൻ വാൽജൻ നയിക്കുക. ഇന്നത്തെ സുവിശേഷ ഭാഗത്തിൽ നാം കണ്ടുമുട്ടുക സക്കേവൂസിനെയാണ്. ജെറിക്കോയിലെ പ്രധാന ചുങ്കക്കാരനും വലിയ ധനികനും സക്കേവൂസായിരുന്നു. എന്നാൽ ചുങ്കക്കാരോടും പാപികളോടും സൗഹൃദം കാട്ടിയ യേശുവിനെക്കുറിച്ച് സക്കേവൂസ് ധാരാളം കേട്ടിരിക്കണം. മത്തായി എന്നൊരു ചുങ്കക്കാരനെ ശിക്ഷഗണത്തിൽ യേശു ചേർത്തിരുന്നു എന്ന് പോലും സക്കേവൂസ് അറിഞ്ഞിരിക്കണം. അതുകൊണ്ട് സക്കേവൂസിനൊരാഗ്രഹം തോന്നി, ഒന്ന് യേശുവിനെ കാണണം. പൊക്കം കുറവായിരുന്നതിനാൽ അദ്ദേഹം മരത്തിൽ കയറിയിരുന്നു. അതുവഴി വന്ന യേശുവിന് സക്കേവൂസിനെ കാണാതിരിക്കാനായിരുന്നു ഏറ്റവും കൂടുതൽ സാധ്യത. വലിയ ജനക്കൂട്ടമാണ്, വലിയ ബഹളമാണ്, സക്കേവൂസ് മരത്തിലുമാണ്. എന്നാൽ സക്കേവൂസിനെ തന്നെ യേശു കാണാൻ വന്നെന്ന രീതിയിൽ സക്കേവൂസിനെ പേര് ചൊല്ലി വിളിക്കുകയാണ് ക്രിസ്തു. സക്കേവൂസ്, വേഗം ഇറങ്ങി വരിക, ഇന്നെനിക്ക് നിൻ്റെ ഭവനത്തിൽ താമസിക്കേണ്ടിയിരിക്കുന്നു. സക്കേവൂസ് സന്തോഷത്തോടെ യേശുവിനെ സ്വീകരിച്ചു. സുവിശേഷത്തിൽ നാം ഇപ്രകാരമാണ് കാണുക, ഞാൻ വന്നിരിക്കുന്നത് നീതിമാന്മാരെ വിളിക്കാനല്ല, പാപികളെ പശ്ചാത്താപത്തിലേക്ക് നയിക്കാനാണ് എന്ന് പറഞ്ഞ യേശു. പിതാവേ, അങ്ങയുടെ മകൻ എന്ന് വിളിക്കാൻ ഞാൻ യോഗ്യനല്ല, ഒരു ദാസനായി സ്വീകരിക്കണമേ എന്ന് പറയാനൊരുങ്ങിയ ധൂർത്തപുത്രനെ മുഴുവൻ പറയിപ്പിക്കാതെ തൻ്റെ നെഞ്ചോട് ചേർത്തണച്ച പിതാവിൻ്റെ ഉപമ പറഞ്ഞ ക്രിസ്തു അർഹിക്കാതെ കരുണയും സ്നേഹവും സക്കേവൂസിന് നൽകുകയാണ്. പിന്നീട് അങ്ങോട്ട് സക്കേവൂസിൻ്റെ ജീവിതം മാറി മറിയുകയാണ്. എൻ്റെ സ്വത്തിൻ്റെ പകുതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നു, ആരുടെയെങ്കിലും വക ഞാൻ വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ 4 ഇരട്ടിയായി തിരിച്ചു കൊടുക്കുന്നു. അർഹിക്കാതെ കരുണ ലഭിച്ച സക്കേവൂസിൻ്റെയും ജീൻ വാൽജൻ്റെയും ജീവിതങ്ങൾ ഇങ്ങനെ മാറി മറിയുകയാണ്. ഇന്നത്തെ സുവിശേഷത്തിലൂടെ 2 ചോദ്യങ്ങളാണ് പ്രസക്തമാവുക. ഒന്നാമതായി, നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ ഇങ്ങനെ എന്തുമാത്രം നാം അർഹിക്കാത്ത കരുണയാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ലഭിച്ചിരിക്കുക, എന്നിട്ടും നമ്മുടെ ജീവിതങ്ങൾ എന്തേ ഇങ്ങനെ മാറി മറിയാത്തത്? രണ്ടാമതായി, നമുക്ക് കരുണ ലഭിച്ചതുപോലെ തന്നെ മറ്റുള്ളവരോട് നാം കരുണ കാണിക്കാൻ കടപ്പെട്ടവരാണ്, എന്നിട്ടും നാം മറ്റുള്ളവരോട് എന്തുമാത്രം കരുണ കാണിക്കുന്നുണ്ട്? ദൈവം നമ്മയെല്ലാം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.